പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അദ്ദേഹം പൂർണ്ണ മൗനത്തിലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലും പ്രധാനമന്ത്രിക്ക് അറിയില്ല എന്ന് തോന്നി. നമ്മുടെ അയ്യപ്പന്റെ സ്വർണം കട്ടവരെല്ലാം കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പഴുതുകൾ നോക്കി നിൽക്കുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ അതിനുവേണ്ടി എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമല വിഷയം ഒരു വിഷയമല്ലാതാക്കി പ്രധാനമന്ത്രി മാറ്റിയത്? അത് ഏത് സാഹചര്യമാണ്? കേരളത്തിൽ ആകമാനമുള്ള ഇപ്പൊ സംസാരം എല്ലാവർക്കും അറിയാലോ. അതിന്റെ ഭാഗമായിട്ട് CPM-നെ നോവിക്കണ്ട എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ എപ്പോഴും വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, വലിയ നേതാവ്, പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ വിശ്വാസികളെ മുഴുവൻ വേദനിപ്പിച്ച, ഏറ്റവും പ്രയാസപ്പെടുത്തിയ ഈ സംഭവം എന്തുകൊണ്ട് പ്രതികരണ വിഷയമായില്ല എന്നുള്ള കാര്യം BJP വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള വിഷയമല്ലേ എന്നവർ പറയണത്? ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമല്ലേ? ആ വിഷയം ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കാൻ കൊടിമരത്തിന്റെ കാര്യം എടുത്തുവിട്ട് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു ഗവൺമെന്റ്. ഇത് ഞങ്ങളെ മാത്രമല്ല കോൺഗ്രസും കൂടെ ഈ പങ്കാളിയാണെന്ന് വരുത്തി തീർക്കാൻ. പക്ഷേ സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരം പോലെ അതിൽ വിധി വന്നിരിക്കുകയാണ്. അതിൽ യാതൊരു സത്യവും ഇല്ല എന്നുള്ളത്. അപ്പോൾ തങ്ങൾക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ, തങ്ങളുടെ പാർട്ടിക്കാർ ജയിലിലായപ്പോൾ അതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ആയുധം ഒളിഞ്ഞു പാളിസായിപ്പോയി. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. BJP-യും CPM-ഉം തമ്മിൽ വ്യക്തമായ ധാരണയാണ്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നതിന് തെളിവാണ് ഈ കാര്യം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇന്ന് വരെ ഈ FCRA അമെൻമെന്റിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെയാണ് കോൺഗ്രസും UDF-ഉം ജനങ്ങളുടെ മുമ്പിലേക്ക് വ്യക്തമായ ഗ്യാരണ്ടികളുമായിട്ടാണ് പോകുന്നത്. KSRTC ബസ്സുകളിൽ സമ്പൂർണ്ണ സൗജന്യം വനിതകൾക്ക്, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി മാറ്റും, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസം അലവൻസ്, സീനിയർ സിറ്റിസൺസിന് വേണ്ടി മാത്രമായി പ്രത്യേകമായ വകുപ്പ്, അതുപോലെ തന്നെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, പാവപ്പെട്ടവരെ സഹായിക്കാൻ അവരുടെ ചികിത്സാ കാര്യങ്ങളിൽ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ, ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ. ഈ ഗ്യാരണ്ടികളാണ് ഇന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്യാരണ്ടികളുമായി UDF-ഉം ഐക്യജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോവാണ്. വൻ ഭൂരിപക്ഷത്തോടെ UDF കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള തരംഗമാണ് കേരളത്തിൽ ആഞ്ഞടിക്കുന്നത്. അതാ പറഞ്ഞത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവരെവിടെയും ഇപ്പം നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരും അതുപോലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ കോൺട്രിബ്യൂഷൻ അറിയാം, ആരോഗ്യ മേഖലയിലെ കോൺട്രിബ്യൂഷൻ അറിയാം. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഛത്തീസ്ഗഡ് സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ പോയി നേരിട്ട് ഞങ്ങളുടെ പ്രതിനിധികളൊക്കെ പോയി ചർച്ച ചെയ്തതാണ്. മാധ്യമങ്ങളെല്ലാം അവിടെ വന്നതാണ്. ഇവരൊക്കെ അവിടെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല, എത്രയോ വർഷങ്ങളായി നടത്തുന്നവരാണ്. അതിനെ മതപരിവർത്തനമായി ചിത്രീകരിക്കുകയാണ്. ഗോത്രവർഗ മേഖലകളിൽ, ആരും കടന്നു ചെല്ലാത്ത മേഖലകളിൽ അവിടെ പോയി വിദ്യാഭ്യാസ സൗകര്യവും ആരോഗ്യ രക്ഷാപ്രവർത്തനവും ഒക്കെ നടത്തുന്നത് അവർ കാണിക്കുന്ന ഒരു മാനവികമായ സമീപനത്തെ മതപരിവർത്തനമാക്കി ചിത്രീകരിച്ച് അവരെ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് ഈ ബില്ലിലൂടെ ഇവർ നടപ്പിലാക്കിയിരിക്കുന്നത്. ബില്ലിലെ പ്രൊവിഷൻ, ബില്ലിന്റെ കോപ്പി ഞാൻ വായിച്ചു തരണം. ബില്ലിലെ പ്രൊവിഷൻ, ആ പ്രൊവിഷൻ അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റർ, ഇത് നമ്മുടെ നാട്ടിൽ ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ആ സ്ഥാപനം അതിലൊരു പങ്ക്, ചെറിയ പങ്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ചാൽ ആ കോൺട്രിബ്യൂഷൻ വാങ്ങിക്കുന്ന കെട്ടിടത്തിനോ സാമഗ്രികൾക്കോ മാത്രമല്ല, ആ സ്ഥാപനത്തിന് തന്നെ
ഏത് സമയത്ത് വേണമെങ്കിലും ഏറ്റെടുക്കലിന് വിധേയമാകുന്നതാണ് ബില്ലിലെ പ്രൊവിഷൻ. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് അപകടകരമായി, ഇത് ഡ്രാക്കൂണിയൻ ബില്ലാണ്, വൺ ഓഫ് ദ ഡ്രാക്കൂണിയൻ ബില്ല്.